എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതായത് ശശി തരൂർ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേക്കേറാൻ പോകുന്നു, അതായത് LDF-ന്റെ ഭാഗമാകാൻ പോകുന്നു. ഇന്നലെ തരൂര് ദുബായിലായിരുന്നു. അപ്പോൾ പിണറായി വിജയന്റെ പ്രത്യേക ദൂതൻ ദുബായിലുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ സാന്നിധ്യത്തിൽ ശശി തരൂറുമായിട്ട് ഏകദേശം 3 മണിക്കൂർ ചർച്ച നടത്തി എന്നാണ് വിവരം. അപ്പോൾ ഇതിനെക്കുറിച്ച് തരൂരിനടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ്. അപ്പോൾ 2 ദിവസം മുന്നേ മറ്റൊരു വാർത്ത വന്നിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതേസമയം തന്നെ തരൂരും 2020 പാർട്ടിയുടെ ചീഫായ സാബു ജേക്കബുമായിട്ട് ഏകദേശം 2 മണിക്കൂർ ചർച്ച നടത്തി. അതായത് സാബുവിൻ്റെ പാർട്ടിയിൽ ചേർന്നിട്ട് NDയുടെ ഭാഗമാകാൻ ശശി തരൂർ ഒരു നീക്കം നടത്തി എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ 2 വാർത്തകളെക്കുറിച്ചും ശശി തരൂർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതായത് ശ്രദ്ധിച്ചായിരുന്നു മനസ്സിലാകും, ശശി തരൂർ തൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഉടനീളം എന്തെങ്കിലും ഇങ്ങനെ കോൺട്രവേഴ്സി വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ്. അതായത് അന്തരീക്ഷത്തിൽ അതായത് തരൂരിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടക്കണം, എപ്പോഴും ലൈം ലൈറ്റ് നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ടാക്ടിക്സ് ആയിരിക്കാം. എന്ത് തന്നെയായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പിണറായി വിജയൻ ദൂതന് ദുബായിലേക്ക് അയച്ചില്ലേ, ദുബായിലൊരു പ്രമുഖ വ്യവസായിയുടെ മധ്യസ്ഥതയിലാണ് തരൂർ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതായത് ദുബായിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് ഇത് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലാണ് ശശി തരൂർ ഈ ഒരു ഡിസ്കഷൻ നടത്തിയെന്ന്. അതായത് യൂസഫ് അലിക്കും താല്പര്യമുണ്ട് തരൂരിനെ ഈ LDF-ന്റെ ഭാഗമാക്കാൻ. അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് സംബന്ധിച്ചമായ ചില ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കാം. അതൊക്കെ നമുക്കറിയില്ല, അതിൻ്റെ പിന്നിലുള്ള ബിഹൈൻഡ് ദ കർട്ടൻ എന്തൊക്കെയാണ് ഡീൽ നടക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും യൂസഫ് അലി തന്നെയാണ് ശശി തരൂരിനെ LDF-ന്റെ ഭാഗമാക്കാൻ ഒരുങ്ങിയത് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അവർ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നടക്കാൻ പോകുന്ന ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. പക്ഷേ അതൊരു കേക്ക് വാക്കായിരിക്കില്ല UDF അവർ തന്നെ ഇന്റേണൽ സർവേ ഏകദേശം 115 സീറ്റ് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ഇതേ ടീം തന്നെയാണ്, ഇവരുടെ ഇന്റേണൽ ഏജൻസിയാണ് ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഒരു സർവേ നടത്തിയിരുന്നു. ആ സമയത്ത് ഹരിയാനയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസിന് കിട്ടുമെന്നാണ് പ്രവചിച്ചത്. പക്ഷേ എന്താ സംഭവിച്ചത്, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷം അത്രയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ വർഷം കിട്ടിയതിനെക്കാട്ടും ഏകദേശം 10-15 സീറ്റ് അധികം പിടിച്ചിട്ടാണ് BJP അവിടെ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ തുടർന്നത്. അപ്പോൾ സമാനമായൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പിണറായി വിജയൻ്റെ പാർട്ടി എഴുതിത്തള്ളാൻ ഒരിക്കലും പറ്റില്ല. ഒരു കേക്ക് വാക്കായിരിക്കില്ല എന്ത് തന്നെയാലും. അതായത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഭരണം പിടിക്കാൻ പറ്റൂ എന്നതിൽ വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. ഹരിയാനയിൽ സംഭവിച്ചത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കളും അവരുടെ സോഷ്യൽ മീഡിയ ആൾക്കാരും താഴെത്തട്ടിലുള്ള ആൾക്കാരൊക്കെ ഒറ്റ ഇതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് പൊടുന്നിനെ CPM ഇടപെട്ടിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള പുതിയ ടാക്ടിക്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ കൂടെയാണ് VD സതീശനും കോൺഗ്രസ് നേതൃത്വമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയുള്ള തന്ത്രമാണ് മേഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഇവിടെ ഉണ്ടാവും. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മൈൻഡ് സെറ്റിലുള്ള ഒരാളായിരിക്കും. അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാകും എന്നുള്ള ഒരു നറേറ്റീവ് ഇവർ CPM കൊണ്ടുവന്നപ്പോഴെന്നാണ് ശരിക്കും പെട്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുമായിട്ടും ഈ കോൺഗ്രസ് CPM ഹൈന്ദവരെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയായാലും ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴും അത് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെതിരെ പറയാനും ഇവിടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന CPM ആണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, അതായത് ഹൈന്ദവ വോട്ട് CPM എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ BJP-യെക്കാട്ടും വലിയ രീതിയിലുള്ള ഒരു ഹൈന്ദവ പാർട്ടിയാണ്. CPM-ന്റെ 90% വോട്ടേഴ്സ് ഹിന്ദുക്കളാണെന്നുള്ള ഒരു വലിയ സത്യം CPM തിരിച്ചറിഞ്ഞു. ആ ഹിന്ദു വോട്ട് മറ്റ് BJP പാർട്ടിയിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു കാർഡ് പുറത്തിട്ടതും. പിന്നെ അതുമാത്രമല്ല അവരെ പ്രതിരോധത്തിനുമാക്കി, UDF-നെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കി. അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരിക്കുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ഒരു മുസ്ലിം ആയിരിക്കുമെന്ന് തന്നെ പരോക്ഷമായിട്ട് പറഞ്ഞിരിക്കുകയാണ് CPM. അപ്പോൾ ഇപ്പം പിക്ചർ മൊത്തം മാറിയിരിക്കുകയാണ്. 115 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ UDF-ന്റെ അവസ്ഥ ഇപ്പോൾ ഏകദേശം 50-50 എന്ന നിലയിലാണ്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ അപ്ലൈ ചെയ്തൊരു ടാക്ടിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസഫ് അലിയെ കൂട്ടുപിടിച്ചിട്ട് ഇൻ കേസ് ഭരണം കിട്ടിയില്ല, അതായത് കുറച്ച് സീറ്റുകളുടെ കുറവുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ UDF-ന് ഇപ്പോൾ ഏകദേശം ഒരു 10, 75, 80 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ അവിടെ സീറ്റുകൾ ഏകദേശം ഒരു 10, 25, 20 സീറ്റുകളോളം മുസ്ലിം ലീഗിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ കൂട്ടുപിടിച്ച് CPM-ന് ഒരു മുന്നണി ഭരണം ഉണ്ടാക്കാൻ ഉള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യൂസഫ് അലി ഇടപെട്ടിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം, അതായത്
തരൂര് സി പി എമ്മിൽ ജോയിൻ ചെയ്യുകയല്ല. പിണറായി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് കോൺഗ്രസിനെയും യു ഡി എഫിനും അടപടലം തളർത്തുക. അങ്ങനെ തളർത്തിയിട്ട് വരുവാണെങ്കിൽ ഇലക്ഷന് മത്സരിക്കുമ്പോൾ മുന്നണികളിൽ എൽ ഡി എഫിൽ മറ്റു മുന്നണികൾക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും കൺസെൻട്രേഷൻസും തരൂരിൻ്റെ ആ പാർട്ടിക്ക് ലഭിക്കും. ഏകദേശം 15 സീറ്റോളം വാഗ്ദാനം ചെയ്തു എന്നുള്ള, അതായത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ 15ഓളം സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് തരൂർ ക്യാമ്പ് എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ട് അതായത് ശശി തരൂരിനെ അപമാനിച്ചു വിട്ടു. ശശി തരൂരിൻ്റെ പേര് പോലും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് ഈ ഡൽഹിയിലെ ഹൈക്കമാൻഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ കൂടില്ല, അത് ഈ വാർത്ത പുറത്തൊന്നുമില്ല. തരൂര് പിണറായി വിജയൻ്റെ ദൂതനുമായിട്ട് സംസാരിച്ച് ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം പ്രിയങ്ക വാദ്ര ശശി തരൂരുമായിട്ട് ഏകദേശം 5 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു. അതായത് ഒരു അനുനയന ചർച്ച നടത്തി എന്നുള്ള. അപ്പോൾ ഇപ്പോൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ, അത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ തരൂർ പങ്കെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പങ്കെടുത്തില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, തരൂർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അപ്പോൾ തരൂർ ഇപ്പോൾ ദുബായിൽ നിന്ന് ഇന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് തൻ്റെ വിശ്വസ്തരമായി ചർച്ച നടത്തിയിട്ട് ഭാവിയിൽ അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, തൻ്റെ പൊളിറ്റിക്കൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു നീക്കം നടത്തൂ. അപ്പോൾ തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഇൻ കേസ് ഭരണത്തിലെത്താൻ പറ്റിയില്ല എന്തെങ്കിലും മന്ത്രിസ്ഥാനം, പുള്ളി ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബാർഗെയിനിങ് പവർ ആവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ താനൊരു പൊതുസമ്മതനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മുഖ്യമന്ത്രി ആകാൻ ചിലപ്പോൾ ശശി തരൂർ അത്തരത്തിലൊരു നീക്കം നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബി ജെ പിക്കും ഇതിനെക്കുറിച്ച് നല്ല രീതിയാണ്. ബി ജെ പിയുടെ ആഗ്രഹം തന്നെ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരരുത് തന്നെയാണ്. അപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും രഹസ്യ പിന്തുണ ഉണ്ടാവും. ഇൻ കേസ് അതായത് പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ ഇരുന്നു കഴിഞ്ഞാലും, അതായത് വേണ്ടത്ര സീറ്റ് ലഭിച്ചില്ലെങ്കിലും ഇടതുപക്ഷം അധികാരത്തിൽ വന്നില്ലെങ്കിലും ഈ തരൂരിൻ്റെ പാർട്ടിക്ക് എൻ ഡി എയുടെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ എന്താ പറയുക, തരൂർ ആഗ്രഹിച്ച തലത്തിലൊരു വിദേശകാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡീസൻറ്റ് പോസ്റ്റ് വാങ്ങിയെടുക്കാനും അതുവഴി പറ്റും എന്നാണ് തരൂർ ക്യാമ്പ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ലാഭം തന്നെയാണ്. ഇനിയും അപമാനഭാരം സഹിച്ചിട്ട് ഈ പാർട്ടിയിൽ തുടരേണ്ട എന്ന് തന്നെയാണ് തരൂർ ക്യാമ്പ് നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ്, അതായത് പ്രിയങ്ക ഗാന്ധിയായിട്ട് ഒരു 5 മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത്. അപ്പോൾ ഇതിന് കോൺഗ്രസും ആഗ്രഹിക്കുന്ന ഈ KC വേണുഗോപാലും ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്, VD സതീശനൊക്കെ ആഗ്രഹിക്കുന്നത് തരൂർ പുറത്തു പോകണം തന്നെയാണ്. അതായത് ഇൻ കേസ് തരൂർ പാർട്ടിയിൽ ഉണ്ടായാൽ പോലും ഇയാളെ ഇലക്ഷന് മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊതുസമ്മതൻ എന്ന രീതിയിൽ മുസ്ലിം ലീഗ് പോലും ചിലപ്പോൾ തരൂരിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ മുസ്ലിം ലീഗിന് തരൂരുമായിട്ട് ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റാലി നടത്തിയിരുന്നു കോഴിക്കോട്, ഈ കോൺഗ്രസ്സൊക്കെ മുസ്ലിം ലീഗൊക്കെ. അതിൽ തരൂർ പങ്കെടുത്തിരുന്നു. അതിൽ തരൂർ പറഞ്ഞത് ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പ്രസംഗിച്ചിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ലീഗും ഇവരും തരൂരും തമ്മിലുള്ളൂ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്ത് തന്നെയാലും ഈ ലീഗിനായാലും കോൺഗ്രസിനെക്കാട്ടും പ്രിഫറൻസ് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി, അതായത് സതീശനോ ചെന്നിത്തലോ അത്തരത്തിലുള്ള ആൾക്കാർക്കാട്ടും പ്രിഫറൻസ് തരൂരിന് കൊടുക്കുന്നു എന്നാണ് മറ്റൊരു വസ്തുത. അപ്പോൾ എന്ത് തന്നെയാലും തരൂർ തന്നെയാണ് ഫോക്കസ് പോയിന്റ്. ഈ വരുന്ന ഇലക്ഷനിൽ തരൂർ തന്നെയായിരിക്കും ഫോക്കസ് പോയിന്റ്. അതിന് പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് LDFിൻ്റെ ഭാഗമായാലും പുതിയ പാർട്ടി അല്ലെങ്കിൽ BJPയിൽ നേരിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാലും തരൂർ തന്നെയായിരിക്കും വരുന്ന നിയമസഭാ ഇലക്ഷനിലെ ഫോക്കസ് പോയിന്റ്. അപ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്നത്, അതായത് ഇടതുപക്ഷത്തോട് അടുപ്പിക്കാൻ ചുക്കാൻ പിടിക്കുന്നത് യൂസഫ് അലിയെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടാകാതിരിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത പുറത്തു വരും. എന്ത് തന്നെയാലും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഈ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ തരൂർ പങ്കെടുക്കുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. പങ്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത്തരം ചർച്ചകളൊക്കെ പിന്നെ വെള്ളത്തിലാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.